ഹായ് നമസ്കാരം. നമുക്കിന്ന് മുടി വളരാനായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന എണ്ണ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം. ഇത് എൻ്റേതായ ഒരു രീതിയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ പൊറുക്കുക, ക്ഷമിക്കുക. ഇനി ഇതിൻ്റെ ഞാൻ ചേർക്കാൻ പോകുന്ന ചേരുവകൾ, ആദ്യം വേണ്ടത് വെളിച്ചെണ്ണയാണ്. നല്ല ആട്ടിയ എണ്ണ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇതിൽ നല്ല എണ്ണ 2 ലിറ്റർ എടുക്കുക. എന്നിട്ട് അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട സാധനം കറിവേപ്പില. നല്ല കഴുകി വൃത്തിയാക്കി തോർത്തിയ കറിവേപ്പില വേണം. തോർന്നിട്ടില്ല, തോരാൻ വെച്ചേക്കുന്നതാണ്. തോർത്തിയ കറിവേപ്പില വേണം, തുളസി വേണം, നെല്ലിക്ക വേണം, കറ്റാർ വാഴ വേണം, പിന്നെ ഉലുവ വേണം. ഇത് റോസ്മേരിയാണ്, കണ്ടിട്ട് മനസ്സിലാവുന്നെന്ന് തോന്നുന്നു. റോസ്മേരിയാണിത്. പിന്നെ കുരുമുളക്. അടുത്തതായിട്ട് ഇത് ചെമ്പരത്തിപ്പൂ ഉണക്കിയതാണ്. ശരിക്കും പറഞ്ഞുള്ള പച്ച ചെമ്പരത്തിപ്പൂ അതെടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ചെമ്പരത്തിപ്പൂ ഉണക്കിയതാണ്. പിന്നെ ഇത് വന്നിട്ട് ഭൃംഗരാജ്, നമ്മൾ കയ്യോന്നി എന്ന് പറഞ്ഞ സാധനമാണിത്, ഭൃംഗരാജ്. ഇതും ഇവിടെ കിട്ടില്ല, അതുകൊണ്ട് ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിക്കുക ചെയ്ത്. ഇത്രയും സാധനമാണ്. പിന്നെ സവാള, തുളസി ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു. ഇത്രയും സാധനമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി കിഴുങ്ങാനെല്ലി കിട്ടുകയാണെങ്കിൽ അതും കൂടെ നല്ലതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കിഴുങ്ങാനെല്ലി എനിക്ക് ഇവിടെ കിട്ടാറില്ല. ഞാൻ നോക്കിയിട്ട് ഓൺലൈൻ നോക്കിയിട്ട് എനിക്കിത് കിട്ടിയില്ല. ഇത്രയും സാധനം ഉപയോഗിച്ചിട്ടാണ് ഞാൻ എണ്ണ ഉണ്ടാക്കുന്നത്. ലാസ്റ്റിൽ ഞാൻ ശകലം കർപ്പൂരം പൊടിച്ചതും പിന്നെ അതിൻ്റെ കൂടെ 2 വൈറ്റമിൻ ഇ ഓയിൽ, അത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് അതിൻ്റെ ഓയിൽ ഒഴിക്കാറുണ്ട് ലാസ്റ്റാണ് ചെയ്യുന്നത്. ഇന്നൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സോ ഇതൊക്കെ നമ്മളൊന്ന് അരച്ചെടുക്കണം. അരച്ചെന്ന് വെച്ചാൽ കുഴമ്പ് പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല, നീര് കിട്ടിയാൽ മതി. ഇതൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോഴും നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്തോട്ട് നമ്മൾ ആദ്യം ഇച്ചിരി കുരുമുളക് നമ്മൾ പൊടിക്കുന്നില്ല, കുരുമുളക് അങ്ങനെ തന്നെ ഇടുകയാണ് ചെയ്യുന്നത്. കുരുമുളക് ഇട്ട് കൊടുത്തു. കുരുമുളക് ഒന്ന് മൂക്കുമ്പോഴത്തേനും നമ്മൾ അതിനകത്തോട്ട് നമ്മൾ അലോവേര കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇട്ടപ്പോൾ കുറച്ച് ഇങ്ങനെ പൊങ്ങി എന്നല്ല, കുറച്ചൊന്ന് പുറകോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ കിടന്ന് കിടക്കും. അതുപോലെ നമ്മൾ അടയ്ക്കില്ല. അരച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഭയങ്കര കുഴന്നാവുന്നത്. നമ്മൾ അരച്ചിട്ട് കട്ട് ചെയ്തിട്ട് തീ കുറച്ചിട്ടിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു പടിയും, അതായത് ഇതിൻ്റെ അകത്ത് ആ വെള്ളം ഒന്നും പറ്റും. ഈ പരിപാടിയിൽ നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ അരച്ച് വെച്ചിരുന്നു. ബാക്കിയെല്ലാം നമ്മൾ അരച്ചാണ് വെച്ചിരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്യും. ഇതാണ് നമ്മൾ മറ്റെല്ലാം കൂടെ അരച്ച് വെച്ചേക്കുന്ന പരുവം. ഇത് നമ്മൾ ഈ ആഡ് ചെയ്ത അലോവേരയ്ക്കകത്തോട്ട് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇളക്കുക. ലോ ഫ്ലെയിമിൽ, ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ട് മാത്രമേ ഇളക്കാവൂ. ചില കറിവേപ്പില ഒന്ന് അരയാനിട്ട് അത് അധികം മാതിരി കിടക്കുന്നുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ അരക്കണം. നല്ല പേഷ്യൻസ് വേണം എണ്ണ ഉണ്ടാക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ കണ്ടെന്ന് പറയുന്നത്. അത് നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ എണ്ണ ഇപ്പം തിളയ്ക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നല്ലതായിട്ട് ഇതിൻ്റെ അകത്ത് കിടന്ന് ഇതിന് മൂക്കണം. പച്ച മണമൊക്കെ മാറി നന്നായിട്ട് ഇതിനകത്തിൽ നമ്മൾ അരച്ചേക്കുന്ന സാധനത്തിൻ്റെ സത്ത് നന്നായിട്ട് ഇളകുന്നത് വരെ നമ്മളിത് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. നോക്കൂ, ഇതാണ് നമ്മളുടെ ഓയിലിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്.
ഞാൻ അടുപ്പ് ഓഫാക്കിയതിന് ശേഷം 2 കർപ്പൂരം പൊട്ടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. തണുത്തതിന് ശേഷം 4 വൈറ്റമിൻ ക്യാപ്സ്യൂൾ കൂടി പൊട്ടിച്ചതിൻ്റെ സിറം ഇതിൽ ചേർത്തിട്ടുണ്ട്. നന്നായി ആറിയതിന് ശേഷം നല്ല ഒരു അരിപ്പ ഉപയോഗിച്ച് ഒട്ടും നനവില്ലാത്ത ഡ്രൈ പാത്രത്തിലേക്ക് അരിച്ചു മാറ്റുക. എന്നിട്ട് ലാസ്റ്റിൽ അടിഞ്ഞു വരുന്നതെല്ലാം കൂടി ഒരു കഴുകി ഉണക്കിയ കോട്ടൺ ക്ലോത്തിലിട്ട് ഞെക്കി പിഴിഞ്ഞ് എടുക്കുക. എന്നിട്ട് നല്ല എയർ ടൈറ്റായിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ നമ്മൾ എടുത്ത് ചൂടാക്കി തലയോട്ടിലും മുടിയിലും ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ മസാജ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവറിന് ശേഷം താളി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഷാമ്പു ഉപയോഗിച്ചോ കഴുകിക്കളയാവുന്നതാണ്. ഷാമ്പു ഉപയോഗിക്കുന്നവർ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മുടി ഡാമേജ് ആവാതിരിക്കും. നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ ചേരുവകളും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. ഉലുവ അരച്ച് ചേർത്തേക്കുന്നത് കൊണ്ട് താരനും വരില്ല. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്.